ഗൈസ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നു വീണ്ടും റെസിഡന്റ് ഈവിൽ റിക്വെയിം. പക്ഷേ ഈ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് RTX 5060 Ti 16 GB വരുന്ന ഗ്രാഫിക് കാർഡാണ്. അപ്പോൾ 7500F പ്രോസസ്സറാണ്, 6 കോറും 12 ത്രെഡ്സും വരുന്നൊരു പ്രോസസ്സറാണ്. ഒരു AM5 ബേസ്ഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അടിപൊളി CPU ആണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 4K റെസൊല്യൂഷനിൽ ആണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 4K റെസൊല്യൂഷനും RTX 5060 സീരീസിലുള്ള ഒരു കാർഡും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും NVIDIA ടെക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാം എന്ന് എനിക്കൊരാകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റോടൊപ്പം തന്നെ റെക്കോർഡ് ചെയ്തു പോകാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ റാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 32 GB റാം ആണ്, DDR5 6000 MTS CL30. ഏകദേശം 10,000-11,000 രൂപക്കാണ് ഞാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇത് മേടിച്ചത്. അപ്പോൾ ഫ്രെയിം റേറ്റ് വേരിയബിളിൽ ഇടുന്നു, ഇഷ്ടമുള്ള പോലെ എത്ര വേണമെങ്കിലും വരാം. മോഷൻ ബ്ലർ ഓഫാണ്, പ്രത്യേകിച്ച് ഗ്രാഫിക് കാർഡ് ഒന്നുമില്ല. റേ ട്രേസിങ് നമ്മൾ ഓഫിലാണ് തുടങ്ങുന്നത്. ഹെയർ സ്ട്രാൻഡ്സ് ഞാൻ ഓണാക്കി ഇടുന്നു, കാരണം ഇതിൻ്റെ ഹെയർ നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ എന്തോന്നാലും ഓഫാക്കി ഇട്ടിട്ട് ആ ക്യാരക്ടറിനെ കണ്ടിട്ട് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോന്നാലും ഞാൻ ഓണാക്കി തന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്രാഫിക് ക്വാളിറ്റി മാക്സിലേക്ക് ഇടുകയാണ്. ലൈറ്റിംഗ് ആൻഡ് ഷാഡോ ക്വാളിറ്റി മാക്സ്. ഈ രണ്ട് സെറ്റിങ്സും നമ്മൾ ഗെയിമിൻ്റെ സെറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പ് സ്കെയിലിംഗ് ക്വാളിറ്റി മാത്രമാണ് നമ്മൾ കസ്റ്റം രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അപ്പ് സ്കെയിലിംഗ് ക്വാളിറ്റി വരാൻ നേരത്ത് NVIDIAയുടെ DLSS DLAA അപ്പ് സ്കെയിലിംഗ് മോഡ്, അതായത് നേറ്റീവ് റെസൊല്യൂഷൻ, യാതൊരുവിധ അപ്പ് സ്കെയിലിംഗും ഇല്ല. നമ്മൾ കാണുന്ന ഫ്രെയിംസ് എല്ലാം ഒറിജിനൽ ഫ്രെയിംസ് തന്നെയാണ്. RTX 5060 Ti 16 GB പുഷ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫ്രെയിംസ് തന്നെയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യത്തെ ലോഡിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും ഇൻറ്റൻസീവായിട്ടുള്ള ആ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റെസിഡന്റ് ഈവിളിൻ്റെ 4K റെസൊല്യൂഷനിൽ മാക്സിമം ഗെയിം തന്നിട്ടുള്ള സെറ്റിങ്സ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേറ്റീവ് റെസൊല്യൂഷനിൽ 26-27 FPS ആണ് നമ്മളുടെ RTX 5060 Ti 16 GB കാർഡ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സ് സെറ്റിങ്സ് ആണ്. അപ്പോൾ എൻ്റെ 7500F ബോട്ടിലേക്ക് ആകുന്നില്ല, കാരണം GPU 99 ഇപ്പോൾ 100ലാണ്. 100 അല്ലെങ്കിൽ 99 തന്നെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യാതൊരുവിധ ബോട്ടിലിനേക്കും ഇല്ല. നമ്മളുടെ VRAM ഏകദേശം 13.7 GB VRAM ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം 4K ആണെങ്കിൽ പോലും 13 അത് ഏകദേശം കുറേ നേരം കഴിയുമ്പോൾ 14 GB VRAMോളം ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 4Kക്ക് ഈ ഒരു ഗെയിമിന് 12 GB VRAM ഒട്ടും തന്നെ തികയുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്കിത് ബേസാണ് കിട്ടിയിട്ടുള്ളത്. മാക്സിമം ഇൻ ഗെയിം സെറ്റിങ്സ്, ഗെയിം തന്നിട്ടുള്ള മാക്സിമം സെറ്റിങ്സിൽ നമുക്ക് തരുന്ന RTX 5060 Ti 16 GB കാർഡ് തരുന്ന FPS എന്ന് പറയുന്നത് 27 FPS ആണ്. അപ്പോൾ അപ്പ് സ്കെയിലിങ്ങിൻ്റെ ടെക്ക് വെച്ചിട്ട് ഈ കാർഡിൽ എനിക്ക് തോന്നുന്നു പലതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗെയിമിൻ്റെ റെയിൻ ഡ്രോപ്സും കാര്യങ്ങളെല്ലാം നല്ലൊരു ഭംഗിയാണ്. റിഫ്ലക്ഷൻ കാര്യങ്ങളൊന്നുമില്ല, ബേക്ക്ഡ് ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊരു ലൈറ്റ് റിഫ്ലക്ഷൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ 30 FPS അടിക്കുന്നില്ല, പ്ലേയബിൾ എക്സ്പീരിയൻസ് അല്ല, റിഫ്ലക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, റേ ട്രേസിംഗ് ഒക്കെ ഓഫാണ്. അപ്പോൾ ഇതാണ് ഗെയിമിൻ്റെ ആ ഒരു നേറ്റീവ് റെസൊല്യൂഷൻ, റേ ട്രേസിംഗ് ഓഫ്, പാത്ത് ട്രേസിംഗ് ഓഫ്, മാക്സിമം സെറ്റിങ്സ്. 30 FPS കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 26-27ഒക്കെയാണ്. അപ്പോൾ ഇത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതിപ്പോൾ FPS കൂടണമെന്നുണ്ടെങ്കിൽ വേറെ എല്ലായിടത്തും എന്തുവന്നാലും ഈ ഒരു സെറ്റിങ്സിൽ 30 FPS മിനിമം കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്ന് വിചാരിക്കുക, അപ്പോൾ തന്നെ 33 FPS എത്തിക്കഴിഞ്ഞു. കാരണം ഈ ഒരു സെറ്റിങ്സിൽ അധികം പരിപാടികളൊന്നും നടക്കുന്നില്ല. ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ആൾക്കാർ നടക്കുന്നു, കാറ് പോകുന്നു, മഴ പെയ്യുന്നു, ബോർഡ് ഇളകുന്നു, ഇതൊക്കെ എല്ലാം പ്രോസസ്സിങ് പവർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ചെറിയൊരു FPS ഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ലൈൻ മാക്സിമം സെറ്റിങ്സ്. 30 FPS പോലും അടിക്കുന്നില്ല. ഇനി നമുക്ക് പരീക്ഷണങ്ങൾ തുടങ്ങാം ഗൈസ്. അപ്പോൾ എനിക്കിനി ക്ഷമയില്ല, ഞാനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റേ ട്രേസിങ് നമ്മൾ ഹൈയിലേക്ക് ഇടുകയാണ്. പാത്ത് ട്രേസിങ് ഇപ്പോൾ വേണ്ട, ആദ്യം റേ ട്രേസിങ് നമുക്ക് ട്രൈ ചെയ്യാം. പാത്ത് ട്രേസിങ് നമ്മൾ എന്തായാലും ട്രൈ ചെയ്യും ഇതിൽ.
റേ ട്രേസിങ് നമ്മൾ ഹൈയിലേക്ക് ഇടുന്നു. നോർമൽ റേ ട്രേസിങ് ഓഫ് കഴിഞ്ഞിട്ട് നോർമൽ എന്നുള്ള സെറ്റിങ്സും ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഹൈ എന്നുള്ള സെറ്റിങ്സും ഉണ്ട്. നമ്മൾ നേരെ ഹൈയിലേക്ക് പോവുകയാണ്. ഗ്രാഫിക്സ് ക്വാളിറ്റി നമ്മൾ ഹൈയിലേക്ക് ഇടുന്നു. ലൈറ്റിംഗ് ആൻഡ് ഷാഡോസ് ക്വാളിറ്റിയും നമ്മൾ ഹൈയിലേക്ക് ഇടുന്നു. അപ്പ് സ്കെയിലിംഗ് നമ്മളിവിടെ ഉപയോഗിച്ച് തുടങ്ങിയാണ്. വേറൊന്നുമല്ല, നമ്മളുടെ DLSS പെർഫോമൻസ് മോഡിലേക്കാണ് ഡയറക്റ്റ്ലി ഇടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ പെർഫോമൻസ് മോഡ് അപ്പ് സ്കെയിലിംഗ്, റേ ട്രേസിങ് ഹൈ, നമ്മുടെ ബാക്കി ഗ്രാഫിക്സ് ക്വാളിറ്റികൾ രണ്ടും ഹൈ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഗെയിം എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഈ ഒരു ഇൻറ്റൻസീവ് സിറ്റുവേഷനിൽ റേ ട്രേസിങ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തുമാത്രം കാണാൻ പറ്റുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ റേ ട്രേസിങ് ഇപ്പോൾ ഓണാണ്. അത്യാവശ്യം വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾക്ക് DLSS പെർഫോമൻസിൽ 42 FPS ആണ് ഇപ്പോൾ കിട്ടുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷനിലാണ് 42 കൺസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ DLSSൻ്റെ ആപ്പ് വെച്ചിട്ട് 40 FPS ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഗെയിമിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് 40 FPS മേലെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റേ ട്രേസിങ് ഇപ്പോൾ ഹൈ ആണ് എടുക്കുന്നത്, നോർമൽ അല്ല, ഹൈ. അവൈലബിൾ റേ ട്രേസിങ്ങിലുള്ള സെറ്റിങ്സിൽ വെച്ചിട്ട് ഹൈ റേ ട്രേസിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗെയിം ആക്ച്വലി നല്ല രീതിയിൽ എന്താ പറയുക, ലൈറ്റ് റിയൽ ആയിട്ട് വർക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു ഡെപ്ത് മനസ്സിലാവുന്നുണ്ട്. അതായത് റിയൽ ആയിട്ട് ആ ഒരു ദൂരത്തൊക്കെ നോക്കാൻ നേർത്തും അപ്പോൾ ഒക്കെ പിടിച്ചിരിക്കുന്ന ആ ചെറിയ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക, മേളിലത്തൊക്കെ ആ ലൈറ്റ്, ആ ഡെപ്തിൽ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഈ അവിടുത്തെ നിയോൺ ലൈറ്റ്സ് കണ്ടിട്ടുണ്ട്. ആ റൈറ്റ് സൈഡിലായിട്ട് നിൽക്കുന്ന മതിലിൻ്റെ ആ ഓപ്പോസിറ്റായിട്ട് ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് ചെറിയ രീതിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ DLSS പെർഫോമൻസിൽ എടുത്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു പെർഫോമൻസ് അച്ചീവ് ചെയ്തത്. 40 FPS ലോക്ക് ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഗെയിം. അപ്പോൾ കാറിൻ്റെ അടുത്തേക്കും ഒന്ന് പോയി നോക്കാം. റിഫ്ലക്ഷൻസ് ഇപ്പോൾ കാണുന്നുണ്ടാവാം. അതെ, റിഫ്ലക്ഷൻസ് കാണുന്നുണ്ട്. നമ്മളുടെ ഗ്രേസിനെ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ റേ ട്രേസിങ് ഹൈ സെറ്റിങ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആ കാറിൻ്റെ പൊക്കത്തൊക്കെ മിററിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മേളത്തെ റെയിലിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞു വരാൻ കാരണം DLSS പെർഫോമൻസ് ഇടാൻ കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് 1440p, അതായത് 2K ഗെയിമിങ് നേറ്റീവ് റെസൊല്യൂഷൻ കമ്പയർഡ് ടു 4K റെസൊല്യൂഷൻ, പക്ഷേ DLSS പെർഫോമൻസ് മോഡ്. ഈ രണ്ട് സാധനം വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, നമ്മളെ 1440p നേറ്റീവ് റെസൊല്യൂഷനേക്കാളും കൂടുതൽ ക്രിസ്പും ക്വാളിറ്റിയും ഉള്ളത് 4K DLSS പെർഫോമൻസ് മോഡ് അപ്സ്കെയിൽഡ് ആയിട്ടുള്ള 4K ഔട്ട്പുട്ടാണ്. കാരണം നമ്മുടെ 4K പെർഫോമൻസ് മോഡ് എന്ന് പറയുന്നത് 1080p അപ്സ്കെയിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജാണ് തരുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു 1080p to 4K ഇവരുടെ NVIDIAയുടെ AI സംഭവം നല്ല രീതിയിൽ പണിയെടുത്തിട്ട് നല്ല ക്ലീൻ ഇമേജാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി നോക്കിയിട്ട് നേരത്തെ ഉണ്ടായ രീതിയിൽ റേ ട്രേസിങ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് ഇപ്പോൾ പെർഫോമൻസ് മോഡിലാണെങ്കിൽ പോലും വിഷ്വലി എനിക്ക് കിട്ടുന്ന നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എനിക്ക് നേറ്റീവ് റെസൊല്യൂഷൻ റേ ട്രേസിങ് ഓഫ് വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് ഇപ്പോൾ DLSS പെർഫോമൻസ് വിത്ത് റേ ട്രേസിങ് ഹൈ എന്ന് പറയാൻ നേരത്ത് ഞാൻ എന്താ പറയുക, എപ്പം നോക്കിയാലും ഈ ഒരു ഇത് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നുള്ളൂ. കാരണം ആ ഒരു വിഷ്വൽ ഡിഫറൻസ് അത്രയും നല്ല വലുതാണ്. ആ കാറിൻ്റെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന രീതി, ആ പോകുന്ന കാറിൻ്റെ റെഡ് ലൈറ്റ് ടെയിൽ ലൈറ്റൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെയും റിഫ്ലക്ഷൻസ് ഗ്രേസിനെ കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത്. അപ്പോൾ റേ ട്രേസിങ് ഉപയോഗിച്ച് കളിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും പെർഫോമൻസ് മോഡിൽ ഞാൻ ഈ ഒരു അപ്സ്കെയിലിംഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുക സെറ്റിങ്സ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. റേ ട്രേസിങ് ഹൈ ഉള്ള അവൈലബിൾ റേ ട്രേസിങ് വെച്ചിട്ട് റേ ട്രേസിങ് നമ്മൾക്ക് ഹൈ ആണ്. പോരാത്തതിന് നമ്മളുടെ ഇൻ ഗെയിം സെറ്റിങ്സും ഹൈ. അൾട്രയല്ല ഹൈ. അൾട്രയും ഹൈയും തമ്മിലുള്ള വ്യത്യാസം സബ്ജക്റ്റീവാണ്. വളരെ ഗ്രാഫിക് കാർഡിൻ്റെ പവർ കൂടുതലുണ്ടെങ്കിൽ മാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടേ കിട്ടിയിട്ട് കാര്യമുള്ളൂ. ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അടിപൊളി ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള വിഷ്വലി ക്വാളിറ്റിയുള്ള സെറ്റിങ്സ് ഞാൻ എപ്പോഴും പറയാറ് ഹൈ എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ ഗ്രാഫിക് കാർഡ് 100% റണ്ണിങ് തന്നെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ 40+ FPS നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്ര നേരമായിട്ട് ഒരു 39 ആയിട്ടില്ല, അറ്റ്ലീസ്റ്റ് 42 വന്ന് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇനി എനിക്കൊരു ചെറിയൊരു ആഗ്രഹം, ഇപ്പോൾ പാത്ത് ട്രേസിംഗ് എന്ന് പറയുന്ന സംഭവം പോസിബിൾ ആണോ അല്ലേ എന്നുള്ളതൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നെയല്ലോ. അപ്പോൾ റേ ട്രേസിങ്ങിൻ്റെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടീനെസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാത്ത് ട്രേസിങ്ങിൽ ഭയങ്കര സബ്ജക്റ്റീവാണ്. അത് ലൈറ്റിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നില്ല, റേ ട്രേസിംഗ് ആയിരിക്കും റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോട്ടെ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ടെയിൽ ലൈറ്റിൻ്റെ ആ ഒരു രീതിയും ആ പോകുന്ന കാറിൻ്റെ ഇതും. ഗ്രേസിൻ്റെ മുടി നോക്കിക്കോട്ടെ, നമുക്ക് ഈ ലൈറ്റിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഒന്ന് നടന്നു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലൈറ്റിൻ്റെ ആ ഒരു ചേഞ്ച് മാറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിക്കോ. ചെറുതായിട്ട് മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ മാറില്ല എന്നുണ്ടെങ്കിൽ പാത്ത് ട്രേസിംഗ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തായിരിക്കും അതിൻ്റെ ആ ഒരു അവസ്ഥയെന്ന്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ റേ ട്രേസിംഗ് ഹൈ. ആ റിഫ്ലക്ഷൻസ് ഒന്നും കൂടി നോക്കിക്കോളാം. നിയോൺ ലൈറ്റിൻ്റെ നമ്മുടെ ആ മതിലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. ചെറിയൊരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ നിങ്ങൾക്ക് ഒന്ന് മാറും മാഡം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പാത്ത് ട്രേസിംഗ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാത്ത് ട്രേസിംഗ് ആണ്. അതായത് വീണ്ടും എന്താ പറയുക, 4Kയിലാണ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്, RTX 5060 Ti വെച്ചുകൊണ്ടിട്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ പാത്ത് ട്രേസിങ്ങിന് ഒറ്റ സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ, അതിൽ ഹൈ ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പാത്ത് ട്രേസിങ്ങിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഗ്രാഫിക്സ് ക്വാളിറ്റി അവിടെ തന്നെ വെക്കുകയാണ് നമ്മൾ. എന്താ പറയുക, ലൈറ്റിംഗ് ആൻഡ് ഷാഡോ ക്വാളിറ്റിയും ഹൈ തന്നെ, അതിൽ നിന്നൊന്നും മാറുന്നില്ല. അഡ്വാൻസ് സെറ്റിങ്സിൽ വന്നിട്ട് നമ്മൾ അപ്പ് സ്കെയിലും ടെക്കും DLSS പെർഫോമൻസ്. അപ്പോൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്ന എന്താ പറയുക 42 മിനിമം FPS കിട്ടിക്കൊണ്ടിരിക്കണമായിരുന്നു റേ ട്രേസിങ്ങിൽ. അപ്പോൾ നമ്മൾ വേറെ ഒരു സെറ്റിങ്സും മാറ്റാതെ തന്നെ പാത്ത് ട്രേസിങ്ങിലേക്ക് വരാൻ നേരത്ത് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ പാത്ത് ട്രേസിങ് നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഇത് വരാൻ നേരത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളുടെ FPS എന്ന് പറയുന്നത് 30 FPS പോലും പാത്ത് ട്രേസിങ്ങിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി നമ്മളുടെ എന്താ പറയുക, ഗ്രേസിന് മുടി കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഈ ഒരു കളറിൽ റെഡ് കളർ വൈബ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു സ്ഥലത്ത്. അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഈ ഒരു ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇത് തന്നെ ഈ കളറിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കാണുന്ന ലൈറ്റ്. അപ്പോൾ അവിടെയും നിങ്ങൾ ഏകദേശം ആ നേരത്തെ കണ്ട നിയോൺ ലൈറ്റ് കണ്ട റേ ട്രേസിങ്ങിൽ അത് വെറുതെ ഫ്ലാറ്റ് ആയിട്ടാണ് വന്നുകൊണ്ട് എക്സാക്റ്റ് രൂപം പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ പാത്ത് ട്രേസിങ്ങിൽ അത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബിഹേവിയറിലാണ്. കാരണം ആ ഒരു ടെക്സ്ചറിൻ്റെ ആ സ്ഥലത്ത് റിയലിസ്റ്റിക് ആയിട്ട് റൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ നിന്നുകൊണ്ട് ഗെയിം നേരിട്ട് കളിക്കാൻ നേരത്ത് അടിപൊളിയായിട്ട് മനസ്സിലാവും. മുടിയിലേക്ക് ഗ്രേസിൻ്റെ ഇതും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കളറ് നമുക്ക് ആ ലൈറ്റിൻ്റെ അടിയിലേക്ക് പോകാൻ നേരത്തും ഏകദേശം മുടി കളറ് മാറുന്ന രീതി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ ഇതാണ് പാത്ത് ട്രേസിങ്. 30 FPS പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു പ്ലേയബിൾ എക്സ്പീരിയൻസ് അല്ല. എനിക്ക് തോന്നുന്നു വേറെ സെനാരിയോസിലൊക്കെ ഇവിടെയും ഈ ഗ്രീൻ ലൈറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും, കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പാത്ത് ട്രേസിങ് എന്ന് പറയുന്ന സംഭവം. ലൈറ്റിൻ്റെ കുറച്ചും കൂടി നല്ല അടിപൊളി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബിഹേവിയർ. ആക്ച്വലി പറയാൻ നേരത്താണെന്നെങ്കിൽ എനിക്ക് കാണാൻ നേരത്ത് പാത്ത് ട്രേസിങ്ങിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഗെയിമിംഗ് എന്നുള്ള നിലയിൽ വെച്ചിട്ട് ഈ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ വെച്ച് കാണാൻ നേരത്തും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇമേജ് കാണാൻ നിർത്തും എന്നുള്ള വ്യത്യാസം എന്നുള്ള പോലെ തന്നെയാണ്. ഇത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ ഒരു സംഭവത്തിന് 30 FPS പോലും നമുക്ക് കിട്ടുന്നില്ല ഈ പറഞ്ഞ ആ ഒരു സെറ്റിങ്സിന് വേണ്ടിയിട്ട്. 30 സെറ്റിങ്സ് പോലും പാത്ത് ട്രേസിങ്ങിന് കിട്ടുന്നില്ല. DLSS പെർഫോമൻസ് തന്നെയാണ്. പെർഫോമൻസിൽ കൂടുതൽ ഞാൻ അപ്പ് സ്കെയിലിംഗ് യൂസ് ചെയ്യാറില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ ഇതില്ല. അപ്പോൾ നമുക്കൊന്ന് കാറിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തെ റിഫ്ലക്ഷൻസ് ഗ്രേസിനെയൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റേ കാറിൻ്റെ സ്ഥലത്തായിട്ട് ഏകദേശം കുറച്ച് ഈ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഈ ഒരു കാറിൽ ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റേ കാറിൻ്റെ അടുത്ത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് പോയി നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഗ്രേസിന് ചെറുതായിട്ട് നിഴൽ പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പാത്ത് ട്രേസിങ്. അപ്പോൾ 30 FPS പ്ലേയബിൾ അല്ല. അപ്പോൾ ഞാൻ NVIDIAയുടെ നല്ല അടിപൊളി ടെക്കായിട്ടുള്ള ഇതിൻ്റെ 4.5 ആണ് DLSS ഈ ഒരു വെർഷൻ റണ്ണിങ്.
അപ്പോൾ 50 സീരീസ് കാർഡ് ആയതുകൊണ്ടിട്ട് തന്നെ FP8 സംഭവങ്ങളൊക്കെ ഈസി ആയിട്ട് മറ്റേ ആ ഒരു ടെക്നോളജി വെച്ച് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രെയിം ജനറേഷൻ കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രെയിം ജനറേഷൻ വെച്ചിട്ട് ഗ്രാഫിക്കിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ അത് യൂസബിൾ ആയിട്ടുള്ള ടെക് ആണോ എന്നും കൂടി ഒന്ന് അറിയണമല്ലോ. 30 FPS കൺസിസ്റ്റൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പാത്ത് റേസിംഗ് ഇട്ട് കൺട്രോളറിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇനി ഫ്രെയിം ജനറേഷൻ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും എന്താ പറയുക, വേറെ സെറ്റിങ്സ് ഒന്നും മാറ്റുന്നൊന്നും തന്നെയില്ല. പാത്ത് റേസിംഗ് തന്നെയാണ് കിടക്കുന്നത്. ഇതൊന്നും നമ്മൾ മാറ്റുന്നില്ല. നമ്മൾ അപ്സ്കെയിലിംഗ് മാത്രമാണ് ഇവിടെ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്സ്കെയിലിംഗ് മോഡിൽ വരാൻ നേരത്ത് ഫ്രെയിം ജനറേഷൻ നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. NVIDIAയുടെ 2 times ഫ്രെയിം ജനറേഷനാണ് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം ഗൈസ്. അപ്പോൾ NVIDIAയുടെ 2 times ഫ്രെയിം ജനറേഷൻ യൂസ് ചെയ്തപ്പോൾ തന്നെ ഇത് ഇപ്പോൾ നമുക്ക് കാണുന്നത് 45 ഫ്രെയിംസ് ആണ് കാണുന്നത്. പാത്ത് റേസിങ്ങിൽ ഹൈ സെറ്റിങ്സിൽ ഉള്ള ഒരു സംഭവമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 45 FPS ആണ് പാത്ത് റേസിങ്ങിൽ. ഫ്രെയിം ജനറേഷൻ 2 times നമ്മൾ ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ആ ഒരു ഇത് ഗെയിമിൽ എന്താ പറയുക, ഗെയിം കുറച്ചും കൂടി നല്ല എന്താ പറയുക സ്മൂത്ത്നെസ് ഉണ്ട്. ഈ കാണുന്ന ഫ്രെയിംസ് ഒറിജിനൽ ഫ്രെയിംസ് അല്ല, പക്ഷേ ഗെയിം സ്മൂത്ത്നെസ് ഭയങ്കര എന്താ പറയുക അടിപൊളിയാണ്. നല്ല അടിപൊളി പ്ലേയബിൾ എക്സ്പീരിയൻസ് ആണ്. മൗസും കീബോർഡും വെച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ 90-100 FPS ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാത്ത് റേസിംഗിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RTX 5090 വെച്ചിട്ട് പോലും ഒപ്പിക്കാൻ പറ്റൂല. പാത്ത് റേസിംഗ് എന്നൊക്കെ പറയുന്ന സംഭവം പോസിബിൾ ആക്കുന്നത് അപ്സ്കെയിലിംഗ് ടെക്കും ഫ്രെയിം ജനറേഷൻ ടെക്നോളജിയൊക്കെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഇത് നോക്കാൻ നേരത്ത് 2 times ഫ്രെയിം ജനറേഷൻ, പാത്ത് റേസിംഗ്, ഗ്രാഫിക് സെറ്റിങ്സ് ഹൈ വെച്ച് നോക്കാൻ നേരത്ത് ആക്ച്വലി ഇതൊരു പ്ലേയബിൾ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കളിക്കാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും കളിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രെയിം ജനറേഷൻ 2 times ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ NVIDIAയുടെ GPU, ഇൻറ്റലിൻ്റെ GPU, AMDയുടെ GPU ഒക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് NVIDIAയുടെ GPU ഇത്തിരി പ്രൈസ് കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ട് ഞാൻ 3 GPU ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അവസാനമാണ് ഞാൻ NVIDIAയിലേക്ക് വന്നത്. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഇവരുടെ എൻജിനീയറിങ്, ഗ്രാഫിക് കാർഡിൻ്റെ എൻജിനീയറിങ്, ഇവരുടെ ടെക്നോളജി ഡെവലപ്മെൻറ്റിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു രീതി, ഇവരുടെ ഇപ്പോഴത്തെ ടീം, ഇപ്പോഴത്തെ ജെൻസനാ പുള്ളിയുടെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ആ പുള്ളി ലീഡ് ചെയ്ത് NVIDIAയുടെ ടീം പേയിലേക്ക് പോയിന്നുണ്ടെങ്കിലും അവരുടെ ടെക്ക്, അവരുടെ എൻജിനീയേഴ്സ്, അവരെല്ലാം നല്ല അടിപൊളി ആൾക്കാരെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു എൻജിനീയറിങ്ങിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ പാത്ത് റേസിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. RTX 5060 Ti 16 GB VRAM ഉള്ള കാർഡ്. അപ്പോൾ ഈ ടെക്നോളജി എല്ലാം ഫ്രെയിം ജനറേഷനും പാത്ത് റേസിംഗ്, അപ്സ്കെയിലിംഗ്, ഇതെല്ലാം VRAM ആവശ്യമുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെയെല്ലാം ഞാൻ കണക്കൂട്ടി മറ്റേ റിസർച്ചൊക്കെ നടത്തി എന്താണ് എൻ്റെ പേഴ്സണൽ യൂസ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ 16 GB VRAM ഉള്ള RTX 5060 Ti എടുത്തത്. ഇതൊരിക്കലും 5060 Ti എന്ന് പറയുന്നൊരു കാർഡ് ആക്ച്വലി നമ്മൾ ഗ്രാഫിക് എന്താ പറയുക കൂടുതലും വർക്ക് ലോഡിനാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് അവർ ഈ ഒരു 16 GB പവർ കുറഞ്ഞ 16 GB കാർഡ് ഇറക്കുന്നത്. പക്ഷേ ഈ വർക്ക് ലോഡ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക ഫ്രെയിം ജനറേഷൻ ഒരു വർക്കാണ്, അപ്സ്കെയിലിംഗ് ഒരു വർക്കാണ്. ഗെയിമിങ്ങിൻ്റെ റോ പവറിനെ വെച്ചിട്ട് മാത്രമല്ല, ആ റോ പവറിനെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു വർക്കാണ് NVIDIAയുടെ ഈ ഫ്രെയിം ജെനും അപ്സ്കെയിലിംഗ് ഒക്കെ. അപ്പോൾ അവർക്ക് അതൊരിക്കലും എനിക്കൊന്നും ഓർത്തിട്ടുണ്ടാവില്ല തിരിച്ചടി കിട്ടുമെന്ന്. അപ്പോൾ അവരിപ്പോഴും 80 റെസൊല്യൂഷൻ പല മാനിപ്പുലേഷൻ നടത്താറുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5060 Ti ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സ്കെയിലിംഗ്, നിങ്ങൾ ഭയങ്കര കൊമ്പത്തെ ആൾക്കാരാണ്, റിച്ചാണ്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒന്നും കാണൂല, നേരെ പോയി 5090 ഒക്കെ മേടിച്ചിട്ടായിരിക്കും കളിക്കുന്നത്. പക്ഷേ ഇതും പോസിബിളാണ്. ആ മുടിയുടെ കളറൊക്കെ മാറുന്ന പാത്ത് റേസിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. യൂട്യൂബിൽ എന്തുമാത്രം വരും എന്ന് എനിക്കറിയില്ല. അപ്പോൾ 46, 45, 44 FPS ഒക്കെയാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാത്ത് റേസിംഗ് വിത്ത് ഹൈ സെറ്റിങ്സ്. പക്ഷേ ഇനിയൊരു ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി പുഷ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതും കൂടി ഒന്ന് നോക്കാം. കാരണം VRAM ഒന്നും ടെക്സ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ കൂട്ടിയാലും VRAMലാണ് ആ ലോഡ് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി VRAM നമുക്ക് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടാതെ ഇനി ഗ്രാഫിക് സെറ്റിങ്സ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കുറച്ചും കൂട്ടാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് നോക്കിയേക്കാം. അവസാനത്തെ ഫൈനൽ അറ്റംപ്റ്റ് ഗൈസ്. അപ്പോൾ അടുത്ത സെറ്റിങ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാത്ത് റേസിങ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. പിന്നെ ഗ്രാഫിക്സ് ക്വാളിറ്റി നമ്മൾ
വീണ്ടും ഞാൻ അൾട്രയിലേക്ക് പോകുന്നില്ല. പക്ഷെ പകരം നമ്മൾ FPS പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രെയിം ജെൻ ഒന്നും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ, അല്ലാതെ DLSS പെർഫോമൻസിന് വേണ്ടി ഞാൻ പോകുന്നില്ല. അതിൻ്റെ പൊക്കത്തോടി ഫ്രെയിം ജനറേഷൻ 2 ടൈംസ് കിട്ടിയിട്ടാണ് നമുക്ക് F40 കിട്ടിയത്. അപ്പോൾ ഇനി 3 ടൈംസ് ഇട്ട് നോക്കാം. അപ്പോൾ ഓൾറെഡി VRAM യൂസേജിൻ്റെ ലിമിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലങ്ങൾ ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ 3 ടൈംസ് ഫ്രെയിം ജനറേഷൻ വേണോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഡബിൾ ആക്കാം. 4 ടൈംസ് ഫ്രെയിം ജനറേഷൻ ഇട്ടുകൊണ്ടിട്ട് എന്താണ് ഗെയിമിൻ്റെ സ്മൂത്ത്നെസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ പ്ലേയബിൾ ആണോ ആ ഒരു ടെക്ക് എന്നൊക്കെ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ കാണുന്നത് 4 ടൈംസ് NVIDIAയുടെ ഫ്രെയിം ജനറേഷൻ ആണ്. കണക്കുകൾ പ്രകാരം 2 ടൈംസ് ഇൻറ്റു 4 ടൈംസ് എന്ന് പറയാനുള്ള FPS അല്ല വരുന്നത്, പക്ഷെ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് 4 ടൈംസ് ഫ്രെയിം 4K റെസൊല്യൂഷൻ RTX 5060 Ti പോലത്തെ ഒരു കാർഡ് വെച്ചിട്ട് 4K റെസൊല്യൂഷൻ പാത്ത് ട്രേസിങ് ഓണ്, ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ് കാണുന്നത്. 78-79 FPS ആണ്. ആക്ച്വലി ഗൈസ്, ഇവരെ NVIDIAനെ സമ്മതിച്ചു കൊടുക്കണം ഈ ഒരു എൻജിനീയറിങ് ചെയ്യേണ്ട ആ ഒരു കഴിവ്. ആക്ച്വലി ഞാനിപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ദൂരത്തൊക്കെ നോക്കാൻ നേരത്ത് അപ്പുറത്തുള്ള ആ മതിലൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങൾ, ആ നേരെ ഓപ്പോസിറ്റുള്ള ആ മതിലിൻ്റെ ആ ഒരു ടെക്സ്റ്റേഴ്സ് ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റിൽ പോപ്പപ്പായി പോകുന്നുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ മറ്റേ ക്രോമാറ്റിക് അബ്രേഷൻ ആ ഒരു സെറ്റിങ്സിൽ വന്ന ഇതും ആകാം. അപ്പോൾ ഇതെനിക്ക് സിനിമാറ്റിക് ഫീൽഡിലാണ് ഇഷ്ടപ്പെട്ട് കളിക്കുന്നത്. ഇപ്പോൾ ഈ ആ മുടിയിൽ ഗ്രീൻ ലൈറ്റൊക്കെ ഒന്ന് കണ്ടില്ല, അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഗ്രീൻ ലൈറ്റ് ഉണ്ട്, അത് തന്നെ. അപ്പോൾ പാത്ത് ട്രേസിങ്ങിൽ ആക്ച്വലി ഇപ്പോൾ 83 FPS ആണ് എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നത് 4 ടൈംസ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ പല ആൾക്കാർക്കും പല ഇതാണ്, ഇത് പ്ലേയബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇതിപ്പോൾ എന്താ പറയുക, ആ ഒരു ഗെയിം നല്ല സ്മൂത്താണ്. പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ നേരത്ത് എന്താ പറയുക, ആ ഗെയിം അത്ര റെസ്പോൺസീവ് അല്ല, നല്ല ലേറ്റൻസി ഉണ്ട്. ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്ര പക്ക നമ്മൾ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള അനുസരിച്ച് റെസ്പോൺസീവ് അല്ല. അപ്പോൾ സ്റ്റോറി മോഡ് ഗെയിംസിന് ഈ ഒരു എന്താ പറയുക 78-79 FPS ആണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 4K റെസൊല്യൂഷൻ വിത്ത് പാത്ത് ട്രേസിങ് എന്നുള്ളൊരു കാര്യം. ഈ ഗെയിം ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ടിട്ടാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഒരു സംഭവത്തിലാണെങ്കിൽ പോലും കളിക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് ഇത്ര FPS ആവശ്യമില്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഞാനൊരു പെർഫോമൻസ് മോഡ് ഇട്ടിട്ട് 30 FPS ലോക്ക് ചെയ്യും. പക്ഷേ ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് 4 ടൈംസ് ഫ്രെയിം ജനറേഷൻ ഞാൻ ഇട്ട് നോക്കിയത്. പക്ഷേ ഇതും ഞാൻ ഇട്ട് നോക്കിയിട്ട് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സംഭവത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 5060 Ti വെച്ചിട്ട് കളിക്കാം. നല്ലൊരു പ്ലേയബിൾ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. വിഷ്വൽസിന് ഡാമേജ് അപ്സ്കെയിലിംഗ് വെച്ച് നോക്കാൻ നേരത്ത്, പെട്ടെന്ന് മൂവ് ചെയ്യാൻ നേരത്ത് മുടിയിൽ നമുക്ക് ഇത്തിരി ഗോസ്റ്റിങ്ങും സ്മിയറിങ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ ഒരു ചെറിയ രീതിയിലുള്ളൊരു സ്മിയറിങ്ങും ഗോസ്റ്റിങ്ങും വരുന്നുണ്ട് ചെറിയൊരു രീതിയിൽ. അപ്പോൾ അത് വെച്ചിട്ട്, കാരണം ഫേക്ക് ഫ്രെയിംസ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത്ര വലിയതല്ല, ആ റെസ്പോൺസീവ് അല്ല അത്ര ഗെയിം. നിങ്ങൾക്ക് കണ്ണുവേന എടുക്കണമെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത്ര പക്ക റെസ്പോൺസീവ് ഒന്നുമല്ല, ഫേക്ക് ഫ്രെയിംസ് കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ 80 FPS ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പാത്ത് ട്രേസിങ്. അപ്പോൾ എനിക്കിത് അവസാനമായിട്ട് പറയാനുള്ള വേറൊന്നുമില്ല. 5060 Ti പ്രത്യേകിച്ച് വലിയ മഹാത്മാവായിട്ടുള്ള കാർഡൊന്നുമല്ല, പവറൊന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ ഇവൻ്റെ 16 GB VRAM ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ഇവനെ ആ ഒരു ടോപ്പ് ലെവലിൽ, പിന്നെ പ്ലസ് NVIDIAയുടെ ടെക്ക് 16 GB VRAM ഉള്ള എല്ലാ കാർഡും അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത്. 16 GB VRAM ഉള്ള 50 സീരീസ് ബ്ലാക്ക്ബെൽ സീരീസിൽ വരുന്ന GPUs എല്ലാം അടിപൊളിയാണ്. കാരണം 16 GB VRAM 5060 Ti 16 GB VRAM ആൾക്കാർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് വർക്ക് ലോഡിനൊക്കെ ആയിട്ടുള്ള രീതിയിലാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NVIDIAയുടെ അപ്സ്കെയിലിങ്ങും ഫ്രെയിം ജനറേഷനും ഇതെല്ലാം ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ ഇത് വർക്ക് NVIDIAയുടെ റോ ഗ്രാഫിക് കാർഡിൻ്റെ പവർ ഉപയോഗിച്ചിട്ടല്ല ഗെയിം ഇത് ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ടെക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് നടന്നത്. അതിനും VRAM ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് ഈ ഒരു 5060 Ti കാർഡിൽ ഇത് പോസിബിൾ ആയിട്ടുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അമേസിങ് ടെക്കാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത്തിരി ലാഗായിട്ടുണ്ടെങ്കിലും ഇതൊരു പരീക്ഷണ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.